അന്നങ്ങനെയാണ്. അന്ന് ശാസ്ത്രീയമായിട്ട് അത്ര ഡെവലപ്പ് ആയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ആണിപ്പല കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ പലകല്ലേ പീഞ്ഞപ്പെട്ടി പലകൾ, അതില് 6 ഇഞ്ചിന്റെ ആണി അടിച്ച് കയറ്റും. എന്നിട്ട് അത് മണ്ണിലിട്ടിട്ട് അതിന്റെ മുകളിൽ പട്ടയൊക്കെ ഇട്ട് അറിയാണ്ടിരിക്കാൻ. എന്നിട്ട് ഈ ആന അതിലെ ഓടിച്ച് വന്നിട്ട് ഈ ആന അത് ചവിട്ടുമ്പോൾ ഈ ആണി അതിന്റെ ഭാഗത്തിൽ കുറച്ച് കയറും. അപ്പൊ ആന പ്രാണവേദന കൊണ്ട് എനിക്ക് തോന്നുന്നു ആനങ്ങനെ അന്ന് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് ആനയെ പിടിച്ച് കെട്ടണം. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു അശാസ്ത്രീയാണ്. എന്നിട്ട് പിന്നെ അതിന് മരുന്ന് വെച്ച് ഉണക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അല്ലാതെ പറ്റി അന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മയക്ക ഗുളികൾ തുറത്തു തുടങ്ങി. നേന്ത്രപ്പഴത്തിൽ ഗുളിക വെച്ചിട്ട് ആന മയങ്ങാനുള്ള അങ്ങനെ. അതും കഴിഞ്ഞിട്ടാണ് ഈ മയക്കുവെടി തുടങ്ങി. അതൊക്കെ ഈ അടുത്ത കാലത്താണ്. പിടിക്കുന്നുണ്ട് ഈ സീസണിൽ വലിയ പ്രശ്നം കേട്ടില്ല, അധികം കേട്ടില്ല. പഴയ കാലത്ത് വെടിക്കെട്ടും ഇതുപോലെ തന്നെ. അതിന്റെ ഒരു ചില ഒരു എന്താ കാട്ടാളൻ ജോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ജർമ്മൻ, അയാള് ജർമ്മൻ എന്ന് പറഞ്ഞാൽ വലിയ തൃശ്ശൂർ വലിയ വെടിക്കെട്ടിന്റെ ആശാനാണ്. അപ്പൊ അയാളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി ആള്. എന്താ കാരണം ഈ അമിട്ട് വെച്ച ആ ജർമ്മനിക്കാർക്ക് ഫയർ ഇതിൽ വർക്കില് എങ്ങനെ അമിട്ട് വെച്ചാലും ചെരിഞ്ഞു പോവാ. അപ്പൊ അവര് എന്താ വേണ്ടത് അപ്പൊ തൃശ്ശൂർ പോലെ തന്നെ ആളുണ്ട്. അയാളെ തൃശ്ശൂർന്നാ വരുന്നിട്ട് ഇയാളെ കൊണ്ടുപോയി. ജർമ്മൻ ജോസ് എന്താണ് അയാളുടെ പേര്. അയാൾ അവിടെ പോയി അവർക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു വരും. അപ്പൊ അവര് ജർമ്മൻ അവരുടെ എന്താ ഒരു വിദ്യ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ ഇവിടെ വന്നിട്ട് ഇലക്ട്രിക്കിന്റെ ഒരു വർക്കാണ്. എന്നിട്ട് അയാൾ ഇവിടെ വന്ന് അതിവിടെ പ്രചാരം നമ്മുടെ ഇവിടെ വിജയ് ഇതിനെ ആദ്യത്തെ പോലെ ഉത്സവത്തിന് അയാളുടെ ജർമ്മന്റെ ഒരു കാളിയമർദ്ദനൊക്കെ ഉണ്ടായിരുന്നു. അയാൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ആ പടക്കത്തിലും അതെ വെടിക്കെട്ടും. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ളത് അന്നത്തെ വെടിക്കെട്ടൊന്നും ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. എന്താ കാരണം വെച്ചാൽ അന്ന് ഈ അമിട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ഒന്നില് ശ്രീരാമൻ അമ്പയിടുന്നത് കാണും, മറ്റൊന്ന് രാവണൻ നിൽക്കുന്നത് കാണാം. ഇതൊക്കെ അങ്ങനെയൊക്കെ ഈ ആകാശത്ത് യുദ്ധം ചെയ്തിരുന്നതാണ്. പിന്നെ പരസ്യങ്ങളും അതെ. ഒരു അമിട്ടുകൊണ്ട് വിളിച്ച ഫാഷൻ ഹൗസ് എന്നുള്ള അതൊക്കെ അന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ വീണ്ടും തുടങ്ങി. അന്ന് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നില പൊട്ടുക, എത്ര നില അമിട്ട് പൊട്ടും നോക്കും. എന്തും പിന്നെ ഒരു ചടങ്ങ് നടത്തുന്ന മട്ടായി. അതന്നെ ഇപ്പൊ എന്താ വേണ്ട ശരിയായിട്ട്. അന്നൊന്നും ഇത്ര അപകടമില്ല. ഞാനൊക്കെ പൂരപ്പറമ്പില് മരന്ന് കിടന്ന് പിടിക്കെട്ട് കണ്ടു എന്നൊക്കെ പറയാൻ പറ്റും. ആദ്യത്തെ ഒരു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് കിടന്നു നോക്കുക. അപ്പൊ ഈ കളറിട്ട് ഇങ്ങനെ കൊടുക്കണം സുഖമായിട്ട്. അവിടെയൊക്കെ ആരും തടസ്സപ്പെടുത്താറില്ല. ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇത്ര തിരക്കില്ല ശരിയാണ്. എങ്കിലും ആൾക്കാരൊക്കെ അടുത്ത് ഒരാളെ അതാണ്. അതിനൊപ്പം വന്നായിരുന്നു വെടിക്കെട്ട് പൊട്ടുകാരൻ്റെ ഒപ്പേ. അതാണ് അത് തൃശ്ശൂർ കേരളത്തിൽ മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ വരും. തൃശ്ശൂരുള്ളൂ വെടിക്കെട്ട് തുടങ്ങിയ അവസാനം ഒപ്പം പൊട്ടി പറഞ്ഞത് എത്ര അവസാനം ഒരു പേരാണ്. ഓലപ്പടക്കം കൊണ്ടൊരു ഇതുപോലെ പേരുണ്ടാക്കിയില്ല. അതിന്റെ ഉള്ളിൽ പിടിച്ചാൽ പിന്നെ കണ്ണു നോക്കൂല. സാമ്പിൾ വെടിക്കെട്ടിന് ഞാനൊരു പരിധം പറഞ്ഞില്ലേ, ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കായി വളരെ ബാക്ക് നിൽക്കുക. അവിടെ ബട്ടൻസിന്റെ മുമ്പിൽ വിഷയം. അപ്പൊ ആ കൊല്ലം തിരുവമ്പാടിയാണ് ആദ്യം തുടക്കം. അങ്ങനെ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്, റൗണ്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു ചോഗ വെട്ടാപ്പ് കാണിക്കും. അതാണ് അതുമായി. അപ്പോഴും 2 തമിഴന്മാരവിടെ നിന്നിട്ട് കലക്കുക, എന്നിട്ട് സംസാരിക്കുക. അവര് അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് മേട്ടപ്പാളയും പോലെ അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഉറക്കപ്പോ ഈ ഇയാളുടെ ശബ്ദം കാരണം ഭയങ്കര ശല്യായി. അപ്പൊ ഒരാൾ പറഞ്ഞു ഒന്ന് സംസാരിക്കാം, വെടിക്കെട്ടൊന്ന് കേട്ടോളൂ. അത് അത്ര അതിന് വലിയ ശരി. അങ്ങനെ ഒരുപാട് ഫലിതങ്ങളുണ്ട്. അതുപോലെ ആനേനെ തലേ ദിവസം കൊണ്ട് അവിടെ നിർത്തും. കഴുകി ആനകളൊക്കെ
ഇത് നോക്കാൻ വേണ്ടി കുറെ ആനപ്രാന്തന്മാരുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട്. ഇതില് ഈ അവിടെ വെച്ചിട്ടാണ് ആനകളൊക്കെ ഒരു ചില കച്ചവടങ്ങളൊക്കെ ഇവിടുന്ന് നടക്കുക. ആന കച്ചവടം നടക്കുക അങ്ങനെയാണ്. അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ആനയെ ഇനിയിപ്പോ നേരെ അവിടുന്ന് കച്ചവടം കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമൃത ആന വാങ്ങി. അപ്പൊ അവിടെ ആനകളെ ഇങ്ങനെ കഴുകി അവിടെ നടത്തി. അപ്പൊ അതിങ്ങനെ നോക്കി. അപ്പൊ ഒരു തിരുമേനി ഇങ്ങനെ നോക്കി ഒരു ആനേനെ നല്ല ഇഷ്ടമായി അദ്ദേഹം. അതിങ്ങനെ നോക്കിയിട്ട് നിൽക്കുക. അതിന്റെ ചുറ്റിങ്ങനെ പിൻഭാഗം നോക്കി ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. അപ്പോൾ ഒരാൾ ഇത് കണ്ടു. ഒരാൾ ഈ തിരുമേനോട് ചോദിച്ചു, ഇത് വേണം ഏതാ ആന ഏപ്യ ഇത്ര ഇത് കണ്ടറിഞ്ഞൂടെ? ഈ നിൽക്കുന്ന ആനേന്റെ മുകളിൽ ഇരിക്കുന്ന ആനക്കാരൻ ഇവിടുത്തെ ആരാഞ്ഞാന്നായാലും ചോദിച്ചേ. അങ്ങനെ ഒരു പറയാം കുറെ തമാശയുണ്ട്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഒരു വെങ്കട്ടൻ ഒരു എംബ്രാനുണ്ട്. അയാൾക്ക് അപാര ധൈര്യമാണ്, നല്ല ധൈര്യവാന. അയാൾ ഈ ആനപ്പുറത്ത് കൊടക്ക് എപ്പോഴും ഇല്ല. അവിടെ ഇരുന്നാൽ പൂരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെ ഉള്ളൂ. ബ്രാഹ്മണരെ കയറാറുള്ളൂ, മറ്റൊരു പതിവ് ഉണ്ടായിരുന്നില്ല. ഇയാള് ദേഹം ചെയ്തിട്ടും കേൾക്കില്ല ഇയാൾക്ക്. പക്ഷെ അപാര ധൈര്യം. ആനയൊന്നും കുറിച്ചില്ല. മുമ്പിലിരിക്കും. ആ കുട്ടം പിടിച്ചാൽ പിടുത്തം പിടിച്ചാൽ പിന്നെ കൊത്തങ്ങി പിടിച്ച വരാൻ പോവില്ല. അപ്പൊ അങ്ങനെ ഈ ആന അടങ്ങി ഞാൻ വെച്ചാൽ അവിടെയൊക്കെ നടക്കാൻ തുടങ്ങി. ഇയാള് അതിന്റെ മുകളിലുണ്ട്. ഇയാളോട് ചോദിച്ചു, അത് ഇല്ല അവിടുന്ന് ആയിക്കോട്ടെ. അയാൾക്ക് ഒരു കുറിച്ചൊന്നുമില്ല. ഇതിനെ ആന കെട്ടണ്ടേ? ഈ ആനയുടെ പുറത്തു കൂടെ അങ്ങനെ ചങ്ങല ഇട്ടു. അത് തള്ളി കൊടുക്കണം. എന്നാലേ ആന ആ ചങ്ങല വീണാലേ ആന കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചങ്ങല തല്ല പറഞ്ഞു. ചങ്ങല കാണാൻ പറ്റില്ല. ഐ ഞങ്ങൾ ആന കെട്ടണ്ട ഞങ്ങൾക്ക് പറ്റില്ല. എന്തൊക്കെ എന്താ വേറെ ആരുടെ ആൻ്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റിയ ഒരാൾക്ക് ഇയാളൊക്കെ മോളൊന്ന് തള്ളി കൊടുക്കാം. ഒന്ന് പറ്റില്ല. എന്താ വേണ്ടത്? നാലെണ്ണമാണ്. അന്നത്തെ കാലത്ത് നാലെണ്ണെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നാലെണ്ണം തരാം, ഒന്നും ചെയ്യാം. അത് പറ്റില്ല. ആദ്യം കാശ് വന്നാ എന്നിട്ട് ഒരു തോർത്തവിന്റെ വക്കത്ത് ഈ നാലെണ്ണ കെട്ടിയിട്ട് ഇയാൾക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പൊ അയാള് പതുക്കെ അഴിച്ചു കൊണ്ട് ആ നാലെണ്ണം മടി കഴിഞ്ഞിട്ട് എന്നിട്ടാണ് തല്ല. എന്നിട്ട് അയാൾക്കൊരു കൗശല്യം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഏത് ഒരു കൗശല്യം ഇല്ലാത്ത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉത്സവത്തിന് രണ്ടാം വിളക്കിന്റെ അന്ന് ആന അയ്യപ്പന്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഈ ആനക്കാരനെ തട്ടി കുത്തി. മാടായി നാരായണൻ നായർ എന്ന് പറഞ്ഞൊരു ആനക്കാരൻ്റെ 3 കുത്തു കുത്തി. അപ്പൊ ഇയാള് ഉരുണ്ടപ്പോ എന്ത് പറ്റിച്ചാൽ അന്ന് ഈ പന്തലിന് കാലുണ്ടാവും, അതിൽ കുടിക്കും. പിന്നെ ഇയാൾക്ക് ഉരുളാൻ പറ്റണ്ടായി. അവിടെ ഇട്ട് കുത്തിയാണ്. മാടായിയാണല്ലേ, മാടായി നാരായണ പറയാം. ആ വല്യോടില്ലേ, അതിന്റെ കരക്കാ വീട്. അപ്പൊ ഈ സമയത്ത് മോളിൽ നിന്ന് ത്രിവിക്രമെന്ന് പേരായിരുന്നു ചെറിയ. അദ്ദേഹം ഒരു കുന്നില്ല എന്താണ് നല്ലോണം മുറുക്കും സ്ഥലത്ത്. അദ്ദേഹം ഇയാളെങ്ങനെ കുത്തുമ്പോ ഇയാൾ ഇപ്പുറത്തു കൂടെ ഇറങ്ങിയിട്ട് ഓരോ ആയിട്ട് പോയിട്ട് ആ തണുപ്പിന്റെ അവിടെ വന്നിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മുറുക്കായിരുന്നില്ല. ഒരു കുഴപ്പമില്ല. ഇയാൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി തന്നെ ഞാനെങ്ങനെ കുത്തുമ്പോ മടക്കൂലോ. ആ സമയത്ത് ഇപ്പുറത്തു കൂടെ കയറി ഇറങ്ങി നോക്കിട്ടു. ഒരു രക്ഷയില്ല. ആന അറിഞ്ഞിട്ടില്ല. കോല ഇറങ്ങി ഏതാണ്ട് പോയി. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ധൈര്യമുള്ളവരുണ്ടായിരുന്നില്ലേ. അന്ന് ഈ കേരളത്തിലെ ആലോചന അതിനൊരു സമ്പ്രദായം ഒരു സ്റ്റാൻഡേർഡ് ഒരു നിലവാരമുണ്ട്. അതുപോലെ വലിയ ഈ പണ്ടാരക രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. അതിലെ കുറുമ്പനാണ്. പണ്ടാരം വെച്ചാൽ കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആന. അതിനെ പണ്ടാരോഗ എന്നാ പറയാ. പണ്ടാരോഗ ഗോപാലൻകുട്ടി, പണ്ടാരോ ചെറിയ ചന്ദ്രശേഖരൻ, വലിയ ചന്ദ്രശേഖരൻ, അങ്ങനെ കുറെ ആനകളുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ പണ്ടാരോഗ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ കുറച്ച് കുടുംബം. അത് ഈ വടക്കാലിന്റെ അവിടുന്ന് ആ പഴി നടക്കാതെ കൂടെ ഇങ്ങോട്ട് വരിക. വേറെ ഒരു ആനയ്ക്ക് ഇറങ്ങാന്ന് വിജയിച്ചിട്ടുള്ളൂ.
ഇവിടുന്ന് സ്വാമിയാര് 10-25 വയസ്സായിട്ടുണ്ടാവും സ്വാമിയാര്. അദ്ദേഹം വടക്കാൻ തൊഴാൻ വേണ്ടി അയാളുടെ ശിഷ്യനും കൂടി അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകുമ്പോൾ അപ്പോഴേക്കും ആരോ പറഞ്ഞു ആന വരണം, മറിച്ചിട്ട് വരണം, കുഴപ്പമാണ്. അദ്ദേഹത്തിന് ഓടാനൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ശിഷ്യനോട് പറഞ്ഞു, താൻ ചെറുപ്പമാണ്, താൻ എവിടെ വെച്ചാൽ മാറിന്നോളൂ. സ്വാമിയാരെ താനൊന്നും പറഞ്ഞ താൻ പൊക്കോളൂ. അങ്ങനെ ആന ഇവിടുന്ന് സ്വാമിയാർ ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു എത്ര ദൂരത്തി എല്ലാവരും കഴിക്കുന്ന കണക്കാക്കി നടക്കും. അദ്ദേഹം അവിടെ നിന്നിട്ട് കൈക്കിങ്ങനെ കാണിച്ചു, രാമേന്ദ്ര ഇത് നരസിംഹത്തിനെ പിടിച്ച കയ്യാട്ടോ. എന്തിനും ഈ ആനയുടെ കൊമ്പ് കുത്തി ആന അവിടെ ഇതുണ്ടായ സംഭവം പഴയ നടക്കാവിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് നരസിംഹം പൂജിച്ച കയ്യ അതിന് ഉപാസനക്ക് നരസിംഹ. ആന നരസിംഹമായിട്ടാണ് കണ്ടത് ഉണ്ടാവും. അല്ലാതെ മേലോടിച്ച് ഇന്നും വിളിച്ചാൽ കൊമ്പ് കുത്തിയോ വരുന്നത്. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞാനുകൾക്ക് അങ്ങനെ ഇതിൽ കാണുന്ന വീഡിയോസില് ഓടി വരുന്ന ഗാനങ്ങൾ എങ്ങനെയൊക്കെ ഇങ്ങനെ നിർത്തുമ്പോ ചില പക്ഷെ ധൈര്യം നിൽക്കണം. അത് വേണം. കാട്ടാനകളില്ലേ, ഈ കാട്ടാനകൾ ഓടി വരും. ചില ആളുകൾ അവിടെ ഒരു 5-6 മാസം മുമ്പ് ഒരു സംഭവം തമിഴൻ ഭക്തൻകുറി കെട്ടിട്ട് കാറിൽ പോവാ കാട്ടുകൂടെ കുറച്ചുകൂടെ. അപ്പൊ ഒരു ആന കൂടെ വന്ന് ഈ ആന കണ്ടവോട് കൂടി പക്ഷെ ഇയാളെന്താ വെച്ചാൽ ഇയാളും പേടിച്ചു. ഇയാളെന്ത് പറഞ്ഞു, ആന അവിടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതങ്ങനെ നിന്നു. പക്ഷെ അപ്പൊ ഇയാള് മുരുക 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 വിനായിക എന്നൊക്കെ പറഞ്ഞ് ഇയാള് ഒന്ന് ഷെയറേപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. ആന എന്തിനു പറഞ്ഞു, ഞാൻ ഇത് ടി വിയിൽ കണ്ടതാ. ആന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കണ്ട് തിരിച്ചു. ഒരു പ്രശ്നം ഇയാള് ഒരുവിധ ആനകൾ അങ്ങനെ ദ്രോഹിക്കാനല്ല പേടിപ്പിക്കാൻ. അതിന്റെ പേര് അല്ല ഈ നിക്കണുണ്ടാലും ആയിരിക്കും കണ്ടേക്കണെന്ന് അറിയില്ലല്ലോ. തിരിച്ചോട്ടെ ഒരു നായക പറയും, നായകയുടെ ഓടി വരുമ്പോ നമ്മളെ ഒതുങ്ങരുത്തല്ലേ ഇരട്ടി നായയുടെ 10 ഇരട്ടിയായിട്ട് നമ്മൾ മുണ്ടൊക്കെ ഓടിയിട്ടേ നമ്മളൊരു ഭീകരം ജീവിയായിട്ട് കാണിച്ചാൽ അവിടെ പൂതറ. പിന്നെ അല്ല തിരിച്ച് നമ്മൾ ഓടും. അല്ല നമ്മള് ഭയപ്പെടാതിരുന്ന ആൾക്കാര് ഇതല്ലോ അടിച്ചാണ്ട് ഇടപെടില്ലാത്ത ആളാണ്. എല്ലിച്ചൊരാളെ അതുപോലെ കൊല്ലം സ്വാമി പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ ഒന്ന് വെടിക്കെട്ട് കണ്ടാലേ കഴുത്ത് വേദനയാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പായ കൊണ്ടുപോയിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ മരുന്ന് കിടക്കുക, കണ്ണിലേക്ക് വീഴാതില്ല, കണ്ണിലേക്ക് ചീണ് വീഴാതിരിക്കണം. അല്ലാതെ ഇങ്ങനെ നിന്ന് കണ്ടാൽ ശരിയാവില്ല, കഴുത്ത് വേദനയാവും. വലിയ വെടിക്കെട്ടാ ഒരു പടി മലനാടാണ്. കൊല്ലം ജില്ല ദുര്യോധനന്റെ മധ്യ പ്രധാന ഒരുപാട് അവിടെയും ഉണ്ടായി. അവിടെയുണ്ട് മറ്റേ നാരായണഗുരുവിന്റെ അമ്പലത്തിന്റെ അവിടെ തലശ്ശേരി നമ്മാരല്ലെങ്കിൽ പിന്നെ വന്നതാ. അതിന് ശേഷമാണ് അപ്പൊ ഇതായത്. അന്നൊന്നും ഈ തൃശ്ശൂർ ഈ മധ്യ കേരളത്തിലെ പാർക്കാടി അടക്കം അന്നും എന്റെ കുട്ടിക്കാലത്ത് പിന്നീട് വന്നതാ. പാർക്കാടി ഒക്കെ ഈ അടുത്ത കാലത്താണ്. പണ്ട് കാലത്തൊന്നുമില്ല. പണ്ട് കാലത്ത് ഏറ്റവും വെടിക്കെട്ടിന് പ്രധാനം തൃശ്ശൂർ പൂരം, ആനയ്ക്ക് പ്രധാനം അല്ല ആറാട്ടുപുഴ, പിന്നെ പെരുവനം പൂരം, മേളത്തിന് പെരുവനം. ഈ 3 പൂരങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ട് അന്നൊക്കെ. പിന്നീടാണ് ഇതൊക്കെ ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തത്. കൈകൊണ്ട് കാണിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു പന്തോ വെളിച്ചെണ്ണ പന്തം 50 പന്തം ഉണ്ടാവും, 6 കരുതിട്ട്. അതിങ്ങനെ ഈ കൂമ്പ് പോലെ മുല്ലപ്പൂവിന്റെ അങ്ങനെ പണിയാൻ ബ്ലറൊന്നും പറ്റില്ല. തീവട്ടിക്ക് പ്രാദേശികമായിട്ട് ഷേപ്പ് വ്യത്യാസമുണ്ട്.
ഇവിടെ ഒരു പന്തം അങ്ങനെയാണല്ലോ മറ്റേതൊരു വട്ടനുണ്ടാവും. അത് തീർത്തി അവിടെ തെക്കോട്ടൊക്കെ അങ്ങനെ റൗണ്ട് നടരാജന്റെ പ്രഭയുണ്ടല്ലോ അതേമാതിരി ഉണ്ടാവും. അത് മാത്രല്ല അതിന് റിങ് ഇടുക അതിൻ്റെ ഉള്ളില് എണ്ണയിൽ മുക്കിയപ്പോ അത് കുറുപ്പ് അങ്ങനെ ചെയ്യുന്നപ്പോ കുറുപ്പ് രാത്രിത്തെ എഴുന്നള്ളിപ്പിനെ ഓരോ റിങ് എണ്ണയിൽ നിർത്തിട്ട് ഇതിന്റെ മുകളിലിടുക. അങ്ങനെയാണ് പരിപാടി. അല്ലാണ്ട് എണ്ണ ഒഴിക്കല്ല. കുറെ റിങ് തുണി ഇട്ടിട്ട് ബക്കറ്റിലാക്കി ഇട്ടുണ്ടാവും. അതൊന്നും എടുത്തിട്ട് ഈ കുളത്തിന്റെ വർഷമണിക്ക് പരിപാടി നടത്തില്ലേ ആ പന്തലിന്റെ മുകളിലുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായി ഇപ്പൊ കത്തില്ലേ. ഇപ്പൊ എങ്ങനെയും കത്തുന്നത് എന്താ പന്തം ആ പറവ് കത്തില്ല അല്ല എണ്ണയില്ല. എന്താ അറിയോ അതിന്റെ സൂക്ഷ്മം. ഞാൻ പിന്നെ ഇത് എന്താന്ന് നോക്കിയപ്പോഴാണ് ഇപ്പൊ ഈ വരുന്ന തുണികളൊക്കെ പോളിസ്റ്ററാണ്. കോട്ടണല്ല. കോട്ടൺ തുണി വേണം എന്നാലേ മറ്റേ പിരി 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 അല്ല അടിപൊളിയൊക്കെ അതിന് വേണ്ട തുണി നേരെ ഉണ്ടാക്കിയിട്ട് പുഴയിൽ കൊണ്ട് കഴുകി അതിന്റെ കഞ്ഞി പശ കളയണം. അതിന്റെ കഞ്ഞിയുടെ പശ കളയണം. അതായത് പുതിയ തുണി എടുക്കല്ലേ. അതെ എന്നിട്ട് അവര് കലക്ക് മന്ദാരക്കടവിൽ കൊണ്ടുപോയി ശരി. അങ്ങനെയൊക്കെയാണ്. വളരെ നിഷ്കർഷയാണ് ആരുടെ കാര്യത്തില്. നെല്ലൊക്കെ ഇട്ട് തെളിയിക്കണം എന്നാണ്. നെല്ലിട്ടിട്ട് വെളിച്ചെണ്ണ തെളിയിക്കും. പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞളിട്ടിട്ട് ഒന്നുകൂടി സ്വർണ്ണ വർണ്ണാവും. അതാണ് സ്വർണ്ണ നിഷ്കർഷതയാണ് അവര് അതിലെ ഒരു കാര്യത്തില്. അതവിടെ ഇനി കാണുള്ളൂ. അതുകൊണ്ട് ഈ പുള്ളി തമ്പുരാന്റെ അദ്ദേഹത്തിന്റെ ആന ഒരു ശേഖരം എന്ന് പറഞ്ഞ ആനയുണ്ട്. അത്ര ഉയരത്തിലൊന്നും ഇല്ല പക്ഷെ നല്ല തടിയാനാണ്. അപ്പൊ അതിനെ അവര് തൃശ്ശൂർ പൂരത്തിന് ഏൽപ്പിച്ചപ്പോ സന്തോഷമായി. അദ്ദേഹം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അന്ന് ആ കൊല്ലം അദ്ദേഹം തൃശ്ശൂർ പൂരം കാണാൻ കുട്ടിക്കാലത്തൊന്നും ഉണ്ടാവും. അതിനുശേഷം മുതിർന്നതിന് ശേഷം അദ്ദേഹം പോകാറില്ല. അവിടെ വന്നിട്ട് അദ്ദേഹം റൗണ്ട് അടിച്ചു. ഈ 15-ല് 2 ഭാഗത്തും ആനയില്ല. അദ്ദേഹത്തിന് ആനയില്ല. ഇത് നിരാശയായി. എന്താ വേണ്ട വെച്ചാൽ ഞാൻ തിരിച്ച് പോവാൻ നിൽക്കുക. അപ്പോൾ ഉണ്ട് ഒരു ആന പുറത്ത് പരസ്യത്തിന് കൊണ്ട് വരും. ഹോർലിക്സിന്റെ കോലം ഹോർലിക്സ് ഈ കോലം കെട്ടി തട്ടി കൊടുത്തിട്ട് ആന വരും. നോക്കുമ്പോൾ ഇതിന്റെ അദ്ദേഹത്തിന്റെ ആനയാണ്. അദ്ദേഹം നോക്കിയ അവിടെ നിർത്തും കോല ഇറക്കാൻ പോകും. ഞാൻ ഹോർലിക്സിന്റെ പരസ്യത്തിന് മുകളിൽ ഇല്ലത്തേക്കാണ് കൊണ്ടുപോകും ആന. അന്നൊക്കെ 9.5 അടി ഉള്ള ആനയെ ഇതിൽ നിർത്തുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എഴുന്നള്ളിക്കുന്ന ആണെങ്കിൽ 9.5 അടി വരെ ഉള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ പെണ്ണാൻ അവിടെ ഉണ്ടാ നന്ദിനി പോയില്ലോ. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ദേവി ദേവി എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. ലക്ഷ്മി കൃഷ്ണ നമ്മുടെ അതിന്റെ പേര്. അതെയാ. ഒരു ആനയുണ്ട്. മുഴയില്ലല്ലോ. മുഴയില്ല. പിടിയാന മുഴ ബാലകൃഷ്ണൻ അതിനെ പഠിക്കുന്നുണ്ട്. ഇന്ന് ഈ വടക്കഞ്ചേരി കണ്ണമ്പ്ര ഇവിടുത്തെ വേലയാണ്. കണ്ണമ്പ്രയ്ക്ക് തൊട്ടുള്ളത് കണ്ണമ്പ്ര വേലയ്ക്ക് പുതുക്കോട് വേല. പഴയ പത്മനാഭൻ അവസാനമായിട്ട് പോയി നടിച്ചത് അങ്ങനെ കേട്ടിട്ടുണ്ട്. കണ്ണമ്പ്ര വേലയ്ക്കാണ്. പുതുക്കോട് വേല. 100 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അതെ ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുക എന്നുള്ളതില്ല. 1400 കൊല്ലായിട്ട് ആട്ടുകൂടെ പൂരം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്ന നാട്ടിലെ പിന്നെ അവിടുത്തെ കാര്യം എന്താ വെച്ചാൽ പകല് പോരില്ല. 6 മണിക്ക് ശേഷമേ പൂരം തുടങ്ങുള്ളൂ. രാത്രി അവിടുത്തെ പൂരം തുടങ്ങുന്നത് 6 മണിക്കാ. ശാസ്താവിന്റെ പൂരം ആദ്യം 6 മണിക്കേ തുടങ്ങുള്ളൂ. അങ്ങനെ വന്നോണ്ടിരിക്കുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതെ ചില വിഭാഗങ്ങൾ ചിലവര് തിരിച്ചു ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആന എഴുന്നള്ളിപ്പ് എത്ര കുടുംബം ജീവിക്കുന്നവരൊക്കെ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു നല്ല കാഴ്ച എന്താ ഇങ്ങനെ ഒരു സമൃദ്ധിയുടെ കാഴ്ച കാണിക്കാനേ വേറെ എന്ത് സാധനമുള്ളത്. ഈ തൃശ്ശൂർ പൂരം കഴിയുന്ന ദിവസമാണ് മറ്റേ കൂടൽമാണിക്കത്തി കുടികൾ. ഉത്രം കുടിയേറ്റം അന്ന് 17ആണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ 21 ആന 21 ആന
പക്ഷെ അവിടെ ഈ പട്ടാഭിഷേകം കാണുന്ന കൊഴുപ്പ് വേറെ എവിടെയും ചിലയിട്ട് നടക്കണം ഇതൊരു ഭംഗിയാണ് കാണാൻ. നിങ്ങളത് പോകും ഉം.